ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതുപോലെ നമ്മുടെ റിവിഷൻ ടെസ്റ്റ് സീരീസ് ഫെബ്രുവരി 11 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫെബ്രുവരി 11 മുതൽ മാർച്ച് 31 വരെയുള്ള റിവിഷൻ ടെസ്റ്റ് സീരീസിൻ്റെ എല്ലാ ടെസ്റ്റുകളും, അതായത് ടോട്ടൽ 8 ടെസ്റ്റുകളാണ് ഉണ്ടാവുക. മൊത്തം 83 ചാപ്റ്റേഴ്സിനെ നമ്മൾ 8 ടെസ്റ്റുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ശേഷമാണ് നമ്മുടെ ക്രാഷ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എക്സാംസിൻ്റെ ഷെഡ്യൂളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും അതുപോലെ സുവോളജിയിലെയും ബോട്ടണിയിലെയും ഒക്കെ ഓരോ ടെസ്റ്റിലെയും ടോപ്പിക്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായിട്ട് ഒരു ക്രാഷ് സീരീസും കൂടി നടത്തിയിട്ട് നമുക്ക് പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് 1 നടക്കുന്നത് എന്നാണ് 11-ാം തീയതിയാണ് അല്ലേ. 11-ാം തീയതി ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈന്, അതുപോലെ മോഷൻ ഇൻ എ പ്ലെയിന്, ഈ 2 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. കെമിസ്ട്രിയിൽ നിന്നും ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. സുവോളജിയിൽ നിന്നും ബോട്ടണിയിൽ നിന്നും 2 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. സുവോളജിയിൽ നിന്ന് ലിവിങ് വേൾഡ്, അനിമൽ കിങ്ഡം, അതുപോലെ ബോട്ടണിയിൽ നിന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാൻ കിങ്ഡവും. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ നീറ്റ് 2024 നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റ് ചെയ്യുക. നമ്മുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റിൽ വരുന്നത് ടെസ്റ്റ് 2 വരുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി ഞായറാഴ്ച. നമ്മുടെ ടെസ്റ്റുകളെല്ലാം വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ രണ്ടാമത്തത് 18-ാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത്. ഫിസിക്സിലെ ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി ആൻഡ് പവറും 2 ചാപ്റ്റേഴ്സാണുള്ളത്. കെമിസ്ട്രിയിൽ നിന്ന് കെമിക്കൽ ബോണ്ടിങ്ങും അതുപോലെ തെർമോ ഡൈനാമിക്സും. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങും തെർമോഡൈനാമിക്സും ആണ് കെമിസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുക. ദെൻ സുവോളജിയിൽ നിന്ന് ബയോമോളിക്യൂള് 3 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ബ്രീത്തിങ് ഒരു ചെറിയ ചാപ്റ്ററാണ്. ഈ 3 ചാപ്റ്റേഴ്സാണ് സുവോളജിയിൽ നിന്ന് ഉണ്ടാവുക. ബോട്ടണിയിൽ നിന്ന് മോർഫോളജിയും അനാട്ടമിയും ഉണ്ടാവും. മോർഫോളജിയിലെ പുതിയ ഫാമിലീസ് ശ്രദ്ധിക്കണം. ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ അത്ര ചിലപ്പോൾ ബോധേഡാവില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. മോർഫോളജിയിൽ പഴയ ഫാമിലീസ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഫാമിലീസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സും. ഇത്രയുമാണ് ബോട്ടണിയിൽ നിന്നുള്ള 2 ചാപ്റ്റേഴ്സ്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് വരുന്നത് 25-ാം തീയതിയാണ്. ഫെബ്രുവരി 25-നാണ് മൂന്നാമത്തെ ടെസ്റ്റ് വരുന്നത്. മൂന്നാമത്തെ ടെസ്റ്റിൽ നമ്മുടെ ടോപ്പിക്സാണിത്. ഫിസിക്സിൽ നിന്ന് റൊട്ടേഷൻ, അതുപോലെ ഗ്രാവിറ്റേഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സാണ് അല്ലേ. റൊട്ടേഷൻ കുറച്ച് വലിയ ചാപ്റ്ററാണ്. പിന്നെ കെമിസ്ട്രിയിൽ നിന്നും ഒരു വലിയ ചാപ്റ്ററും ഒരു ചെറിയ ചാപ്റ്റർ. ഇക്വിലിബ്രിയത്തിൽ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടാവും, അതുപോലെ അയോണിക് ഇക്വിലിബ്രിയം ഉണ്ടാവും, റിഡോക്സ് റിയാക്ഷൻ ഉണ്ടാവും. സുവോളജിയിൽ നിന്നാണെങ്കിൽ എക്സ്ക്രീഷൻ, അതുപോലെ ലോക്കോമോഷൻ. ബോട്ടണിയിൽ നിന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനും. ഇത്രയും ചാപ്റ്റേഴ്സാണ് 25-ാം തീയതിയുള്ള മൂന്നാമത്തെ ടെസ്റ്റിലെ ചാപ്റ്റേഴ്സ്. ഇനി 4-ാമത്തെ ടെസ്റ്റ് വരുന്നത് മാർച്ച് 4-നാണ്. അതിൽ വരുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ്. ഫിസിക്സിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രി, നമുക്കറിയാം ഹൈഡ്രജൻ, പി ബ്ലോക്ക്, ഇത്തരം, അതുപോലെ മെറ്റലർജി +2 വരുന്നതാണ്. ഹൈഡ്രജനും പി ബ്ലോക്കൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ് നമുക്കുള്ളത്, അതുപോലെ ഹൈഡ്രോ കാർബൺസും. ഈ 2 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുക. സുവോളജിയിൽ നിന്ന് ന്യൂറൽ കൺട്രോളും അതുപോലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനും. ബോട്ടണിൽ നിന്ന് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ. ഇത്രയുമാണ് 4-ാമത്തെ ടെസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ടെസ്റ്റ് നമ്പർ 5-ൽ 10-ാം തീയതിയാണ് ടെസ്റ്റ് നമ്പർ 5 ഉണ്ടാവുക. മാർച്ച് 10-ാം തീയതി. അതിൽ കൈനറ്റിക് തിയറി, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ഫിസിക്സിൽ നിന്നും. കെമിസ്ട്രിയിൽ നിന്ന് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി. അതുപോലെ സുവോളജിയിൽ നിന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ബോട്ടണിൽ നിന്ന് ഒറ്റൊരു ചാപ്റ്ററാണ് ഉണ്ടാവുക, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സുവോളജിയും ബോട്ടണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടണിയിൽ സുവോളജിയേക്കാളും കൂടുതൽ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത്
നമ്മളെ പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സാണ് ഫിസിക്സിൽ നിന്നുണ്ടാവുക. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഈ 3 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. കെമിസ്ട്രിയിൽ കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സുവോളജിയിൽ ജെനറ്റിക്സ് 1ഉം ജെനറ്റിക്സ് 2ഉം. ഓക്കെ. ബോട്ടണിയിലാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതാണ് ബോട്ടണിയിലെ ചാപ്റ്റർ, ടെസ്റ്റ് 6-നുള്ളത്. ഓക്കെ. ഏകദേശമൊക്കെ എല്ലാം ഇതിൽ വരുന്ന എല്ലാം ടെസ്റ്റ് 8-ൽ വരുന്ന എല്ലാം പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സാണ് അല്ലേ. ഇനി ടെസ്റ്റ് 7-ൽ വരുന്നത് EMI ആൻഡ് AC, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഫിസിക്സിൽ നിന്നും. കെമിസ്ട്രിയിൽ നിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഓർഗാനിക്കിലെ ഹാലോ ആൽക്കെയിൻസ്, അതുപോലെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. റെഡി. ഇനി സുവോളജിയിൽ നിന്ന് ചെറിയ ചാപ്റ്ററാണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ ബോട്ടണിയിൽ നിന്നും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയും ചാപ്റ്റേഴ്സാണ് 7ാമത്തെ ടെസ്റ്റിലുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ടെസ്റ്റിലാണെങ്കിൽ ഫിസിക്സിൽ നിന്നും റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലി, ഇതെല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന ചാപ്റ്റർ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് അല്ലേ. കെമിസ്ട്രിയിൽ നിന്നാണെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, അതുപോലെ ബയോമോളിക്യൂൾസ്, പോളിമേഴ്സും ആ ചാപ്റ്റേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്തതാണ് കെമിസ്ട്രിയിൽ അല്ലേ. ഇനി സുവോളജിയിലാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, അതുപോലെ ബോട്ടണിയിൽ എക്കോസിസ്റ്റം. അപ്പോൾ 31-ാം തീയതിയാണ് നമ്മുടെ ടെസ്റ്റ് 8 ഉണ്ടാവുക. ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, 8ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെസ്റ്റ്, അതായത് ക്രാഷ് ടെസ്റ്റിൻ്റെ മുന്നായിട്ട്, ക്രാഷ് ടെസ്റ്റ് സീരീസിൻ്റെ മുന്നായിട്ട് ഇതുവരെ നടന്ന എല്ലാ 8 ടെസ്റ്റുകളും കവർ ചെയ്യുന്ന ഒരു മോഡൽ ടെസ്റ്റ് നമുക്ക് ഉണ്ടാവും. ഓക്കെ. അതും നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് നമ്മൾ നടത്തുക. അതിൻ്റെ ഡേറ്റും അതുപോലെ പ്രൊസീജിയറൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ടൈം ഷെഡ്യൂൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഷെഡ്യൂളിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനം ക്രമീകരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നടത്തി പോവുക. ഫെബ്രുവരി 11 മുതലുള്ള ടെസ്റ്റുകൾ ഈ രൂപത്തിൽ തന്നെ ഓർഡറിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് എടുക്കുക. ഓക്കെ. താങ്ക് യു.